ഇന്നറിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നിങ്ങളേവരും തന്നെ തൈറോയിഡിന്റെ യോഗാസനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ തൈറോയിഡിന് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു പ്രാണായാമയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന് പല ബെനിഫിറ്റ്സും കൂടി ഉണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാണായാമ ഉജ്ജയി പ്രാണായാമ. ഉജ്ജയി പ്രാണായാമ വളരെയധികം പ്രാധാന്യമേറിയതും ലളിതവുമാണ്. ഉജ്ജയി പ്രാണായാമം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് കോൺട്രാക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉജ്ജയി പ്രാണായാമം ചെയ്യുക. അതായത് നമ്മൾ ബ്രീത്ത് ചെയ്യണത് ത്രോട്ടിൽ കൂടെ ബ്രീത്ത് ചെയ്യണ ഒരു എഫക്റ്റ് കൊടുക്കണം. ഇങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മളുടെ തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം കൂടി വരും. അപ്പോൾ അതായത് ഒരു ബേബി ഉറങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദം, അതായത് ചെറിയ തരത്തിലുള്ള ഒരു കൂർക്കം വലിയുടെ പോലെയോ അല്ലെങ്കിൽ ഒരു പൂച്ചയുടെ ഒരു ശബ്ദം പോലെയോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം. അത് നമ്മൾ ശ്വാസം മൂക്കിൽ കൂടെ എടുത്ത് നമ്മൾ ഈ ഗ്ലോട്ടിസ് കോൺട്രാക്ട് ചെയ്ത് ശ്വാസം തൊണ്ടയിൽ കൂടെ പോകുമ്പോഴാണ് ഈ ശബ്ദങ്ങൾ പുറപ്പെടുന്നത്. ഉജ്ജയി ബ്രീത്തിങ് വളരെ ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ് ആണ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ളതുമാണ്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ട് ആ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രീത്ത് ചെയ്യരുത്. ഡീപ്പ് ആൻഡ് റിലാക്സ്ഡ് ബ്രീത്തിങ് ആയിരിക്കണം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും ഡീപ്പ് ആൻഡ് സ്ലോ ആയിട്ടായിരിക്കും ഉണ്ടാവേണ്ടത്. അതേസമയം തന്നെ നമ്മുടെ ത്രോട്ട് നോസ്ട്രിൽ കൂടെ എടുത്ത് ത്രോട്ടിക്കുള്ളിൽ എത്തുമ്പോൾ ഈ ഗ്ലോട്ടിസ് പാർഷ്യലി ക്ലോസ് ചെയ്ത പോലെ ആയിരിക്കണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കേണ്ടത്. ഉജ്ജയി പ്രാണായാമം നിങ്ങൾക്ക് ഇരുന്നിട്ടോ സുഖാസനത്തിലോ വജ്രാസനത്തിലോ ഈവൻ ശവാസനത്തിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇത് ജസ്റ്റ് ബ്രീത്തിങ് പ്രാണായാമയാണ്. ആദ്യമെല്ലാം ബ്രീത്തിങ് എടുക്കുമ്പോൾ നിങ്ങളിങ്ങനെ ശബ്ദം ഉണ്ടാക്കുകയാണെങ്കിലും പിന്നെ വിത്ത് പ്രാക്ടീസ് നിങ്ങൾക്ക് ചെയ്യുന്ന ആൾക്ക് മാത്രം കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ നമുക്ക് അവസാനമാകുമ്പോഴത്തേക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഉജ്ജയി ശ്വാസത്തിന് ഓഷ്യൻ ബ്രീത്ത് എന്നൊരു പേരുണ്ട്, അതേപോലെ സൈക്കിക് ബ്രീത്ത് എന്നുള്ള പേരുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതൊരു 5 മിനിറ്റ് എല്ലാം പ്രാക്ടീസ് ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ 5 മുതൽ 11 പ്രാവശ്യം വരെ നിങ്ങൾക്ക് ഓരോ ഉജ്ജയി ശ്വാസം പ്രാക്ടീസ് ചെയ്യാം. ഇനി നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക ക്യൂറിന് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ 21 പ്രാവശ്യം വരെ ആവാം. പക്ഷെ അത് എപ്പോഴും നിങ്ങളുടെ എന്താണ് പ്രോബ്ലം വെച്ചാൽ അതിനനുസരിച്ചിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉജ്ജയി പ്രാണായാമം ചെയ്യേണ്ടത് എന്ന് നോക്കാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ഉള്ള പൊസിഷനിൽ നിങ്ങൾക്ക് ഇരിക്കാം. പദ്മാസനയിലോ സിദ്ധാസനയിലോ വജ്രാസനയിലോ അർദ്ധപദ്മാസനയിലോ സുഖാസനയിലോ എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. എന്നിട്ട് ഇരുന്ന് കഴിഞ്ഞ ശേഷം നമ്മൾ ആദ്യം തന്നെ ഉജ്ജയി ശ്വാസം പഠിക്കുന്നതിന് മുമ്പ് ഒരു പ്രീ ഉജ്ജയി ശ്വാസം പഠിക്കുന്ന പോലെ നമുക്ക് ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നോക്കാം. സോ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തു മൂക്കിൽ കൂടെ, നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുവാണ് വായിൽ കൂടെ. അപ്പം നമുക്കൊരു ഒരു മിറർ ഉണ്ട് നമ്മുടെ മുന്നിൽ. ആ മിറർ ഫോഗ് ചെയ്യണമെങ്കിൽ നമ്മൾ നാക്കിയിട്ട് ഫോഗ് ചെയ്യില്ലേ, അതുപോലെ തന്നെ നമ്മൾ ശ്വാസം മൂക്കിലൂടെ എടുത്തിട്ട് ശ്വാസം വായിൽ കൂടെ വിടുമ്പോൾ ഒരു ശബ്ദം, അതായത് നമ്മുടെ ഗ്ലോട്ടിസ് ഒരു കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഒരു ശബ്ദത്തോടു കൂടി പുറത്തേക്ക് വിടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആദ്യം നോർമലായിട്ട് ഇൻഹെയിൽ ചെയ്യണു, എന്നിട്ട് എക്സെയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് സ്റ്റെപ്പ് 1 കേട്ടോ. ഇനി സ്റ്റെപ്പ് 2 നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നതും ഇതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക. എക്സെയിൽ ചെയ്യുന്നതും ഇതുപോലെ തന്നെയാണ്. വായ തുറന്നിട്ടാണ്. വായ തുറന്നാണ് ഇരിക്കുന്നത്. ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിടുന്നു. അപ്പോൾ നമുക്ക് ആ ശബ്ദം എങ്ങനെ ഉണ്ടാക്കണത്, ഇവിടുത്തെ കോൺട്രാക്ഷൻ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് മനസ്സിലായി. അതായത് നമ്മുടെ ഗ്ലോട്ടിസ്, നെക്ക് മസിൽസ് ഇവിടെ എല്ലാം കൂടി അതിനുള്ള ഒരു കോൺട്രാക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തത്. ഇനി നമുക്ക് ഉജ്ജയി ശ്വാസത്തിൽ ചെയ്യാം. അപ്പോൾ വായ തുറന്നിട്ടല്ല ചെയ്യുക, വായ അടച്ചു വെച്ചിട്ടാണ് ചെയ്യുക. സോ നമുക്ക് തുടങ്ങാം.
ഇതാണ് ഒരു ബേസിക് മെത്തേഡ്. അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇനി നമുക്ക് സെക്കൻഡ് വേരിയേഷൻ ആയിട്ട് കേജാരി മുദ്രയും കൂടി അപ്ലൈ ചെയ്തിട്ട് ഉജ്ജയി ശ്വാസോച്ഛ്വാസം ചെയ്യാം. കേജാരി മുദ്ര എന്ന് പറയുന്നത് നമ്മുടെ ടങ്കിനെ റോൾ ഔട്ട് ചെയ്തിട്ട് ബാക്കിലേക്ക് ടച്ച് ചെയ്യുന്നതാണ്. പാലറ്റ്സിന്റെ ബാക്കിലേക്ക്, അതായത് നമ്മുടെ വായുടെ മുകൾ ഭാഗത്തേക്ക് ടച്ച് ചെയ്യണം. പക്ഷെ നാവ് മടക്കിയിട്ട് വേണം ടച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഈ തൊണ്ടയുടെ അടുത്തുള്ള മുകൾ ഭാഗത്തേക്ക് നമ്മളുടെ നാവിന്റെ അറ്റം എത്തുകയും അവിടെയുള്ള എല്ലാ ഗ്ലാൻസിനും ഒരു മസാജ് കിട്ടുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെയുള്ള നെർവ്സിനൊക്കെ ഒരു മസാജ് കിട്ടുകയും അത് ബ്രെയിനിനെ വരെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വിശുദ്ധി ചക്ര സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇതുവഴി സഹായിക്കാം. ഇങ്ങനെ കേജാരി മുദ്ര ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ ബോഡി റിജുവനേഷനും ഇത് വളരെയധികം സഹായിക്കും. കേജാരി മുദ്ര വെച്ചിട്ട് നമുക്ക് ഉജ്ജയി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് എന്ന് നോക്കാം. സോ ഞാൻ എൻ്റെ ടങ്ക് മടക്കി മുകളിലത്തെ പാലറ്റ്സിൽ തൊടുകയാണ്. ഇനി നമുക്ക് അങ്ങനെ നാവ് അങ്ങനെ വെച്ച ശേഷം ഉജ്ജയി ശ്വാസോച്ഛ്വാസത്തിൽ നമുക്ക് പ്രാണായാമം ചെയ്യാം. ഇതിൻ്റെ തന്നെ ഒരു വേരിയേഷനാണ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത ശേഷം ശ്വാസത്തെ പിടിച്ചു വെക്കാം അവിടെ. അതിനെ ആന്തരിക കുംഭക് എന്ന് പറയും. ഇങ്ങനെ പിടിച്ചു വെച്ച ശേഷം നമുക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒരു 2 മുതൽ 4 സെക്കൻഡ് വരെ പിടിച്ചു വെച്ചാൽ മതി. പിന്നെ വിത്ത് പ്രാക്ടീസ് യു ക്യാൻ ഡു ഇറ്റ് മോർ. അതിനെ അപ്പോൾ വിത്ത് റിട്ടൻഷൻ എന്ന് പറയും. ഉജ്ജയി വിത്ത് റിട്ടൻഷൻ. അപ്പോൾ നമുക്കത് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് വിത്ത് കേജരി മുദ്ര തന്നെയാണ്. പക്ഷെ ഇൻഹേൽ ചെയ്ത ശേഷം നമ്മൾ ബ്രീത്തിനെ കുറച്ച് നേരം അവിടെ ഉള്ളിൽ പിടിച്ചു വെക്കുന്നു. എന്നിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. Second time. അടുത്ത വേരിയേഷൻ കാണിക്കാൻ പോകുന്നത് ഉജ്ജയി ശ്വാസ വിത്ത് ബന്ധാസ്. അതായത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിന്നിനെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മൾ ശ്വാസം പിടിച്ചു വയ്ക്കുമ്പോൾ ചിന്നിനെ ഇങ്ങനെ മുട്ടിച്ചിട്ട് നമ്മൾ ഇവിടെ ലോക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് മൂലബന്ധം അറിയുകയാണെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്തിട്ട് നമുക്ക് ഉജ്ജയി ചെയ്യാം. ഇതാണ് തേർഡ് മെത്തേഡ്. സോ ലെറ്റ് സ്റ്റാർട്ട്. Second time.
സോ നമ്മൾ ശ്വാസം ഉള്ളിൽ പിടിച്ചു വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ലോക്ക് ചെയ്തു, പിന്നെ ലോക്ക് മാറ്റിയ ശേഷം പുറത്തേക്ക് ശ്വാസം വിട്ടു. ഇത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ലോക്ക് എത്ര നേരം ചെയ്യാൻ പറ്റാന്ന് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു 2 സെക്കൻഡൊക്കെ വെച്ച് തുടങ്ങിയിട്ട് പിന്നെ നിങ്ങൾക്ക് കൂട്ടി ചെയ്യാം. നമ്മൾ 3 വേർഷൻസ് കഴിഞ്ഞു. ഇനി 4ാമത്തെ വേർഷൻ കൂടി ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഉജ്ജയി പ്രാണായാമ. സോ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഉജ്ജയി ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്വാസം ഉള്ളിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യുന്നു, നേരത്തെ ചെയ്ത പോലെ. അത് കഴിഞ്ഞ് പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ അത് റൈറ്റ് നോസ്ട്രിൽ അടച്ചു വെച്ചിട്ട് ലെഫ്റ്റ് നോസ്ട്രിൽ കൂടെയാണ് ശ്വാസം പുറത്തേക്ക് വിടുക. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് പിടിച്ചു വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുഴുവൻ ശരീരത്തിന് ചൂട് കൂടുതലായിരിക്കും. ആ ചൂട് തണുപ്പിക്കാൻ വേണ്ടി നമ്മുടെ ചന്ദ്രനാഡിയായ ലെഫ്റ്റ് നോസ്ട്രിൽ കൂടെ അത് പുറത്തേക്ക് വിടുകയാണ്. ഈ കയ്യിൽ ധ്യാനമുദ്രയും ഈ കയ്യിൽ വിഷ്ണുമുദ്രയുമാണ് ഉള്ളത്. എന്ന് നമുക്ക് അതും കൂടി പ്രാക്ടീസ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു പ്രാവശ്യം ചെയ്തു, നമുക്ക് ഒരു പ്രാവശ്യം കൂടി ചെയ്തിട്ട് നിർത്താം. ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ റൈറ്റ് നോസ്ട്രിൽ അടച്ചിട്ട് ഇടത് ഭാഗത്ത് കൂടെയാണ് ശ്വാസം വിട്ടത്. സോ നമ്മൾ 4 വേരിയേഷൻസും ഉജ്ജയി പ്രാണായാമയുടെ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും തന്നെ പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ലോ ബ്ലഡ് പ്രഷർ ഉള്ളവരെ ഇത് ചെയ്യരുത്. ആദ്യം അത് കറക്റ്റ് ചെയ്ത ശേഷമേ ഇത് ചെയ്യാൻ പാടുകയുള്ളൂ കേട്ടോ. അതാണ് ഒരു ഇതിനുള്ളത്. പിന്നെ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ആന്തരിക കുംഭകം, അതായത് റിട്ടൻഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ വളരെ സ്ലോ റേറ്റിൽ തുടങ്ങിയിട്ട് വേണം അത് ഇൻക്രീസ് ചെയ്യാൻ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം കുറച്ചായിട്ട് ഇൻക്രീസ് ചെയ്യുക. ഇപ്പം ഞാൻ ചെയ്തപ്പോൾ ഞാനൊരു 30 കൗണ്ട് 20 to 30 കൗണ്ട്സ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ലാത്ത അത്ര സെക്കൻഡ്സ് എടുക്കണമെന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉജ്ജയി ഒരു ട്രാങ്ക്വലൈസിങ് പ്രാണായാമമായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് നമ്മുടെ ശരീരത്തിന്റെ ചൂട് വർദ്ധിക്കാൻ വളരെയധികം സഹായിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ ലങ്സിന്റെ വെന്റിലേഷൻ വർദ്ധിപ്പിക്കുകയും കഫമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളയാനും ഇത് വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ ബോഡിയെ കാം ആക്കാൻ വേണ്ടിയിട്ട് ഉജ്ജയി പ്രാണായാമ വളരെയധികം നല്ലതാണ്. മനസ്സിനെ ശാന്തമാക്കാൻ വളരെയധികം പ്രയോജനകരമുള്ള ഒരു ശ്വാസോച്ഛ്വാസ പ്രക്രിയയാണ് ഉജ്ജയി ശ്വാസം. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് വളരെയധികം ഇറിറ്റേറ്റഡോ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ഉജ്ജയി പ്രാണായാമം ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ബിക്കോസ് നമ്മളിത് ലോങ് ആൻഡ് ഡീപ്പ് ബ്രീത്തിങ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡീപ്പ് ബ്രീത്തിങ്ങും സ്ലോ ആയിട്ട് ചെയ്യുമ്പോൾ അപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ശാന്തത ലഭിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻസോമിനിയ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കുകയാണ്. സ്ലീപ്പ് ഡിസോർഡേഴ്സ് എല്ലാം മാറ്റാനും കൂർക്കം വലി അങ്ങനത്തെ പല കാര്യങ്ങൾക്കും ഇത് വളരെയധികം സഹായമാണ്. നിങ്ങൾ പോണതിന് മുമ്പ് ശവാസനയിൽ ഇത് ഇങ്ങനെ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ അപ്പോൾ ഒരിക്കലും കേജാരി മുദ്ര വെച്ച് ചെയ്യരുത്. ആ ലോങ് ബ്രീത്തിങ് മാത്രം വെച്ചിട്ട് ചെയ്യണം.
അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥികൾക്ക് ഇത് ഹൈപ്പോ ആണെങ്കിലും ഹൈപ്പർ ആണെങ്കിലും ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. ബിക്കോസ് നമ്മളത് ഗ്ലോട്ടീസിനെ കോൺട്രാക്റ്റും ഇതും ചെയ്യുമ്പോൾ ഇവിടെ തന്നെയാണ് തൈറോയിഡ് ഗ്രന്ഥിയും എല്ലാം ഉള്ളത്. അപ്പോൾ അതിനെല്ലാം ഒരു വളരെയധികം നല്ല ഒരു പ്രാണായാമയാണ് ഉജ്ജയി പ്രാണായാമ. അതേപോലെ തന്നെ വളരെയധികം പ്രത്യേകതയുള്ള വേറൊന്നാണ് ഇമോഷണൽ ഇംബാലൻസ്. നമ്മൾ ഇപ്പോൾ ഇമോഷണലി ഇംബാലൻസ് ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ ഉജ്ജയി പ്രാണായാമം ചെയ്യുന്നത് നമ്മളെ വളരെയധികം സഹായിക്കും. ഹാർട്ട് റേറ്റിനെ ഇത് സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് കുറയ്ക്കാൻ വേണ്ടി ഉജ്ജയി പ്രാണായാമം വളരെയധികം സഹായകരമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹാർട്ട് ഡിസീസോ ഹാർട്ട് പ്രോബ്ലംസോ ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധാസ്, അതായത് ലോക്ക് ഇങ്ങനെ ചെയ്തിട്ടുള്ളതും പിന്നെ ശ്വാസം ഉള്ളിലാക്കി പിടിക്കുന്നത് മാന്ത്രിക കുംഭകം ചെയ്യരുത്. നിങ്ങൾക്ക് ഏവർക്കും ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് പ്രാക്ടീസ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ആഴ്ച പുതിയ എപ്പിസോഡുമായിട്ട് കാണാം. അതിനു മുമ്പ് നിങ്ങൾ എന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ടു. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. See you soon.